ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ ലൈവ് ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ്. സോ ഡേ 2 എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. സോ അപ്പം ഇന്നലത്തെ മാച്ചിന്റെ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്നലത്തെ ഗ്രൂപ്പ് എയിൽ ക്വാളിഫൈ ആയിരിക്കുന്നത് മാഫിയ വിത്ത് 97 പോയിന്റ്, 67 കിൽ പോയിന്റും 30 പ്ലേസ്മെന്റ് പോയിന്റും ആയിട്ട് മാഫിയ 97 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടാണ് അവര് സെമി ഫൈനൽസിലോട്ട് എൻ്റർ ചെയ്തേക്കുന്നത്. എൻ്ററിങ് ലൈക്ക് എ കിങ് എന്ന് പറയണം. ആൻഡ് ഗ്രൂപ്പ് എയിൽ അടുത്തൊരു ടീം എന്ന് പറയുന്നത് RB7 ആണ്. RB7 51 പോയിന്റ്, അതായത് 41 കിൽസും 10 പൊസിഷൻ പോയിന്റുമായിട്ട് 51 പോയിന്റോടുകൂടിയാണ് RB7 ക്വാളിഫൈ ചെയ്തേക്കുന്നത്. ആൻഡ് അടുത്തത് KTD ആണ്. KTD 36 കിൽസും അതുപോലെ 8 പ്ലേസ്മെന്റ് പോയിന്റുമായിട്ട് 44 പോയിന്റോടുകൂടി KTD ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് അടുത്തത് NTX ആണ്. NTX 23 കില്ലും അതുപോലെ 13 കിൽ പോയിന്റുമായിട്ട് 36 പോയിന്റ് എടുത്ത് NTXും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് ഗ്രൂപ്പ് എയിൽ നിന്ന് അപ്പം മാഫിയ, RB7, KTD ആൻഡ് NTX. അടുത്ത ഗ്രൂപ്പ് ബിന്ന് OG ആണ് ക്വാളിഫൈ ആക്കുന്നത്. OG വിത്ത് 60 പോയിന്റ്സ്, 39 കിൽ പോയിന്റ്, 21 പ്ലേസ്മെന്റ് പോയിന്റും ആണ് എടുത്തിരിക്കുന്നത്, 60 പോയിന്റ്. ആൻഡ് TVA വള്ളി ടീംസ് വിത്ത് 39 കിൽസ് ആൻഡ് 10 പ്ലേസ്മെന്റ് പോയിന്റോടുകൂടി 49 പോയിന്റ്സ് സെക്യൂർ ചെയ്ത് TVA വള്ളി ടീംസ് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് ടോക്കിയോ വിത്ത് 32 പോയിന്റ് ആൻഡ് 10 പ്ലേസ്മെന്റ് പോയിന്റ്, ടോട്ടൽ 42 പോയിന്റോടുകൂടി ടോക്കിയോയും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് CID 23 കില്ലും അതുപോലെ തന്നെ 14 പൊസിഷൻ പോയിന്റുമായിട്ട് 37 പോയിന്റോടുകൂടി CID. അപ്പം മാഫിയ, RB7, KTD, NTX, OG, TVA വള്ളി ടീംസ്, ടോക്കിയോ ആൻഡ് CID ആണ് കറന്റ്ലി സെമി ഫൈനലിലോട്ട് എൻ്റർ ചെയ്തിരിക്കുന്ന ടീംസ് എന്ന് പറയുന്നത്. സെമി ഫൈനലിലോട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആദ്യത്തെ 8 ടീംസ്, സെമി ഫൈനലിലെ 8 ടീംസിനെ നമ്മൾ ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ആൻഡ് എന്താ പറയാ, ഡേ 2 എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഞാനൊരു ചെറിയ ഡിലേ വന്നതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ വീട്ടിൽ ഇത് ഞാൻ റെന്റഡ് ആയിട്ട് എടുത്ത് വെക്കുന്ന വില്ലയല്ലേ. അപ്പോൾ അതിന്റെ ഓണർ ആണെങ്കിൽ ഇവിടെ വീട്ടിൽ ഇതിന്റെ ചെതലിന്റെ ഇഷ്യൂ ഉണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ അവർ ചെതലിന്റെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ PC ഇതെല്ലാം എനിക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ട വന്നു. അപ്പോൾ മാറ്റി തിരിച്ചെടുത്ത് വെക്കാനുള്ള ഡിലേ വന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നത്തെ ടൂർണമെന്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് ഗ്രൂപ്പ് C വേഴ്സസ് ഗ്രൂപ്പ് D ആണ്. ഗ്രൂപ്പ് C വേഴ്സസ് അല്ല, ഗ്രൂപ്പ് Cയും ഗ്രൂപ്പ് Dയും ആണ് ഇന്നലത്തെ ടിക്കറ്റുകളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു. എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. പിന്നെ POV എടുക്കുന്ന ആൾക്കാർ ദയവേത് ടാസ്ക് മാനേജർ മസ്റ്റ് ആയിട്ടും കാണിച്ചിരിക്കണം. ടാസ്ക് മാനേജർ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടാസ്ക് മാനേജർ ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ നമുക്ക് മസ്റ്റായിട്ട് വേണം. കാരണം അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് ഓഡിയോ മസ്റ്റാണ്. ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇല്ലാതെ ഒരാളെങ്കിലും ഇനി തൊട്ട് ഈ ടൂർണമെന്റിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നോ എക്സ്ക്യൂസസ്, ഉറപ്പായിട്ടും നമ്മൾ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ടീംസിനെ നമുക്ക് നോക്കി നോക്കാം. ഇന്നത്തെ ടീം ഗ്രൂപ്പ് സിയുടെ മാച്ചാണ്. ആദ്യത്തെ മാച്ച് കൈവാൻ സെനിൻ വടക്കൻ വീട്ടിൽ, അതായത് VNV, എലൈറ്റ് സ്ക്വാഡ്, RZ7, മാസ്, IGZ, കഴക്കൂട്ടം FC, എൽ ക്ലാസിക്കോ ആൻഡ് ലാ മാസിയ ആണ് ഇന്നത്തെ ആദ്യത്തെ മാച്ചസ്. അവരുടെ മാച്ചാണ് ഗ്രൂപ്പ് C. ആൻഡ് ഗ്രൂപ്പ് D റൂത്ത്ലെസ് അഗ്രഷൻ, AS റോമ, TBS, അഗാർത്ത, വൈക്കിങ്സ്, DRS, ESP, KVA, MX13, ഉഷ്ണമൂല ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. സോ ഇന്ന് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള 2 ലോബീസ് ആണ്. ഗ്രൂപ്പ് Cയും അതുപോലെ തന്നെ ഗ്രൂപ്പ് Dയും അത്യാവശ്യം നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. സോ അപ്പം എന്തായാലും എല്ലാവർക്കും വിഷിങ് വെരി ബെസ്റ്റ്. അപ്പൊ ഇന്നൊരു ടൈറ്റ് ലോബി നമുക്ക് കാണാം. ഗോഗു വരുന്നതായിരിക്കും കമന്ററി ബോക്സിൽ നിന്ന്. ഗോഗു ആണ് എൻ്റെ കൂടെ ഇന്ന്. രായനും ഇല്ല, ബ്രാവോ ഇല്ല. ബ്രാവോയുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ രായന്റെ PC ഇന്നലെ അടിച്ചുപോയി. രായന്റെ PC ശരിയാക്കാൻ വേണ്ടി ലോക്ക് ടെക്കിൽ കൊടുത്തേക്കാണ്. അപ്പൊ അവർ രണ്ടുപേരും ഇന്നില്ല. ബാക്കി ഗോഗുവും ഞാനും ആയിരിക്കും ഇന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ അധികം ഡിലേ ആക്കുന്നില്ല ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് മാച്ചസ് ഒക്കെ തുടങ്ങണം. അപ്പൊ അധികം ഡിലേ ആക്കുന്നില്ല. പ്ലേയേഴ്സ് എല്ലാം ജോയിൻ ചെയ്തോ പക്കു? ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നു. ഗോഗു എത്തിയിരിക്കുന്നു. ഗോഗു അപ്പൊ ഇന്നത്തെ ടൂർണമെന്റ് കളിക്കണ്ടേ? കളിക്കണ്ടേന്ന്. സോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഡേ 2 ഓഫ് എക്സ്ലാൻഡിസ് നടത്തുന്ന റാംപേജ് PVP ടൂർണമെന്റിന്റെ ഡേ 2 എല്ലാവർക്കും വെൽക്കം. അളിയാ ഇന്നലെ എന്തൊരു കളി കളിച്ചളിയാ. ഞാൻ ഒരു കാര്യം പറഞ്ഞെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവനെ ഗോട്ടെന്ന് വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്താന്ന് പറയട്ടെ ഗൈസ്, നമ്മൾ ബെറ്റ് വെച്ചിട്ട് പോലും എൻ്റെ അടുത്ത് പറഞ്ഞ അളിയാ നീ അല്ല ഈ ടൂർണമെന്റ് ഒക്കെ നടക്കുന്ന, ഒരുപാട് പൈസ ഒക്കെ ഇറങ്ങിയില്ല, നീ എനിക്ക് ആ പൈസ തരണ്ട.
മനസ്സോടെ അവൻ അങ്ങ് പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് മനസ്സിലായി ഇപ്പൊ ഗോകുവിന്റെ മനസ്സ് എനിക്ക് ഇന്നാണ് എനിക്കത് പിടികിട്ടിയത്. താങ്ക് യു സോ മച്ച് ഗോകു. എടാ ഫസ്റ്റ് പ്ലേസ്മെന്റിന് 10 സെക്കൻഡിന് 6 ആണോ? എനിക്ക് തോന്നുന്നു മെസ്ബോയ് ഗോക്കു അവൻ മിസ്റ്റേക്ക് പറ്റി അവൻ പറഞ്ഞു തോന്നുന്നത്. എന്താളിയാ മെസ്ബോയ് ഗോക്കു ആണെന്ന് വിചാരിച്ച അവൻ വന്ന് മെസ്സേജ് തോന്നുന്നു എനിക്ക്. അല്ലല്ല നീ അല്ലടാ എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ മറന്നുപോയി എത്ര അളിയാ? അളിയാ നിന്റെ ഇത്രയും നല്ല ആൾക്കാർ അറിയണ്ടേ അളിയാ? ഓ മറ്റേ UK വരുമ്പോ ടിക്കറ്റ് നീ എടുത്തരാ, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ പറഞ്ഞത്. എന്തൊരു കുടിക്കുന്ന വാട്ടർമെലൻ ജ്യൂസ് വാറ്റ് സൗണ്ട് കുറവാണോ? കൂട്ടി വെക്കണം. എടാ സ്പോൺസറിനെ പറ്റി 2 വാക്ക് പറയണേ ഗോകു. നമ്മുടെ സ്പോൺസർ ഞാൻ തന്നെ. പ്രത്യക്ഷത്തിൽ നമുക്ക് വേണ്ടി ഇത്രത്തോളം ടൂർണമെന്റ്സും ഈയിടെയായിട്ട് അങ്ങനെ വലുതായിട്ട് ആരും ചെയ്തില്ലേ. നമ്മുടെ ഈഗിൾ ഗെയിമിംഗ്, നമ്മുടെ വാസു അണ്ണൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇപ്പോൾ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതും വെളിയിൽ നിന്നൊക്കെ ഗെയിമിങ്ങിന് നിങ്ങൾക്ക് അറിയാം സ്പോൺസേഴ്സ് ഒക്കെ കുറവാ. എന്നാലും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ടൂർണമെന്റ് ഇട്ട് ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിനെ വലുതാക്കാൻ വേണ്ടി നമ്മുടെ വാസു അണ്ണൻ മാത്രമേ തയ്യാറെടുക്കുന്നുള്ളൂ. അതിനൊരു ബിഗ് ഷാട്ട് ഡല്യൂട്ട്. Thank you so much. ഞാൻ കൂടെ പറഞ്ഞു കൂടി പോകും. അധികമായി പോലെ എല്ലാവർക്കും വെൽക്കം. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നു. ആൻഡ് 8:40 ലാസ്റ്റ് അത് ഞാൻ ഇത് 8:30 തുടങ്ങേണ്ടായിരുന്നു. 8:40 അവരെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയത് എന്റെ ഡിലേ കൊണ്ടാണ്. അതുകൊണ്ട് 8:40 അപ്പുറത്തേക്ക് തരത്തില്ല. 10 മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ടാണ് ലൈവ് വന്നത്. അതുകൊണ്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം നമ്മൾ തരുന്നുണ്ട്. സോ 8:40 നമ്മൾ മാച്ച് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. മോബി വാച്ച് ചെയ്തായിരുന്നു. മോബി താങ്ക് യു സോ മച്ച് വാച്ച് മോനെ. എല്ലാവർക്കും വെൽക്കം. എനിക്ക് താല്പര്യമില്ല ഈ വിസിരിക്കാൻ. അതെന്താളിയാ? നീ ഡിസ്കോഡ് നോക്കോ? ചില ആൾക്കാരൊക്കെ എന്തൊക്കെ സ്മൈലേക്ക് ഇട്ടോണ്ട് വന്നിരിക്കുന്നു പേരിൽ. എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ആട് ഗെയിമിംഗ് രണ്ടാട് ഒന്നാ തലയിലിടിച്ച് ഇങ്ങനെ കൊരുത്തിരിക്കുന്നത് വേണ്ട. നമുക്ക് ഞാൻ ടീമിന്റെ എല്ലാം നോക്കട്ടെ എന്തായെന്ന്. അതല്ല അല്ല പിന്നെ ഗൈസ് എന്താണ് അപ്പൊ ഇന്ന് പൊളിക്കണ്ടേ നിങ്ങക്ക്? അപ്പൊ ടീംസുകളെല്ലാം നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗൈസ് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ടീമുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ഗ്രൂപ്പ് സിയിലെ ഇതെന്താ ഇവന്മാർ കറക്റ്റ് പേര് തന്നെ? കൈവാൻ, റെനിൻ, VNV, എലൈറ്റ് സ്ക്വാഡ്, RZ7, മാസ്, IGZ, കഴക്കൂട്ടം FC, എൽ ക്ലാസിക്കോ ആൻഡ് LM ആണ് ഇന്നത്തെ ഫസ്റ്റ് മാച്ച്. അവരുടെ മാച്ചുകളിലൂടെ ആയിരിക്കും ഇന്നത്തെ മാച്ചുകൾ സ്റ്റാർട്ട് ആവുന്നത്. ഗോകുവിന്റെ സൗണ്ട് കൂട്ടോ. അവിടെ ഗോകുവിന്റെ സൗണ്ട് കറക്റ്റ് അല്ലേ ഗൈസ്? എനിക്ക് നല്ല കൂടുതലാടാ. എന്റെ സൗണ്ട് ആണ് കുറവ്. നീ നിന്റെ കുറച്ചിലടാ മാറി. ചേട്ടനെ കറക്റ്റാ. ഇതിൽ കൂടുതൽ വേണ്ട, ഭയങ്കര കൂടുതലാ. ഓക്കെ, രണ്ടുപേരെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്. സോ ഗൈസ് അപ്പം നമുക്ക് 3 മിനിറ്റ് കൂടെ സമയം. 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് മാച്ച് തുടങ്ങുന്നതായിരിക്കും. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം ഇവിടെ പ്ലേയേഴ്സിന്റെ അടുത്ത് നമ്മൾ ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില റീഷെയ്ഡുകൾ ആൾക്കാർ അവരുടെ POVയിൽ ദൂരെ ഉള്ളതൊന്നും റെൻഡർ ആവാത്തത് കൊണ്ട് അവർക്ക് സ്മോക്കിനകത്തൂടെ ഉള്ളതും അതുപോലെ തന്നെ പ്രോപ്സിനകത്തൂടെ ഉള്ള ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട് ചില റീഷെയ്ഡുകൾ ഉപയോഗിക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ആ റീഷെയ്ഡുകൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് POVയിൽ. അത് പ്ലേയേഴ്സിൻ്റെ അടുത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്തോട്ട് നമ്മളൊന്ന് പറയുവാണ്. ചില റീഷെയ്ഡുകൾ അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ബൈ ഡിഫോൾട്ട് കളിക്കാൻ, അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള റീഷെയ്ഡൊക്കെ ഇട്ട് മര്യാദക്കുള്ള റീഷെയ്ഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. കാരണം ഇന്നലെ ആണെങ്കിലും നിങ്ങൾ കുറച്ച് പേര് ഈ പറയണത് പോലെ അവനെ എങ്ങനെ സ്പോട്ട് ചെയ്തു എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ POV ചെക്ക് ചെയ്തപ്പം നമ്മൾ ദൂരത്തുനിന്ന് അവരുടെ POVയിൽ കാണാം, അവരുടെ POVയിൽ ആളെ കാണാം. മനസ്സിലായോ ഗൈസ്? എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം.
എടാ ഇതിപ്പോ 10 പേരുണ്ടെങ്കിൽ തുടങ്ങത്തുള്ളൂ, അതോ ടീം അടുത്ത കളി വരുമോ? എന്താ 10 പേരില്ലെങ്കിൽ ആ ടീം കളിക്കത്തില്ലെന്നാണോ? ഇല്ല ഇല്ല അങ്ങനെ ഉള്ളവരെ വെച്ച് കളിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയാം ഏട്ടാ, ഈ ഇവര് മേലോട്ടെടുത്ത് ഈ 4 പേരെ വെച്ച് കളിക്കുന്നില്ലേ ഈ കയ്യുവാൻ, ഇവന്മാരുടെ പ്ലേസ് അടുത്ത മാച്ചിന് ഇവരുടെ പ്ലേസ് വന്നില്ല, ഇവന്മാരുടെ സ്ലോട്ട് എടുത്ത് കളഞ്ഞേരെ. ഒരു മിനിറ്റ് ഞാൻ താഴ്ന്നു പറ്റത്, അവര് VC-യിൽ 7 പേരെ കാണുന്നത്. ബ്രോ ഇത് ഒരുപാട് പേരുടെ ഓപ്പർച്യൂണിറ്റീസ് കട്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നത്, മനസ്സിലായോ? കുറെ പേര് ഇതിനകത്ത് ഇനിയും ഈ പറയണത് പോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുറെ സ്കോഡ്സും കുറെ ഇപ്പൊ ഞാൻ പറയാം എന്താ PD അല്ലെങ്കിൽ മറ്റേ ഇവര് മെഡിക്ക്, ഇവരെല്ലാരും ഈ പറയണത് പോലെ ഇതിനകത്ത് കളിക്കാൻ താല്പര്യപ്പെട്ട് വന്ന ആൾക്കാരാ. ഇവർക്കൊന്നും ചാൻസസ് കൊടുക്കാതാണ് നമ്മൾ ഈ കുറെ പ്ലേയേഴ്സിന് ചാൻസസ് കൊടുത്തത്, മനസ്സിലായോ? അപ്പോൾ പ്ലേയേഴ്സ് വന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്ലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ ആ പറഞ്ഞോ. ഈ സെനിൻ എന്നുള്ള ടീം ഉണ്ടോ? ആ ഇത് സാമ്പിൾ ടീമാണ് ശരിക്കും. അവര് ഫസ്റ്റ് ടൈമാണ് GTA കളിക്കുന്നോ? ഓ ലെറ്റ്സ് ഗോ. കയ്യുവാനോ? അല്ലല്ല സെനിൻ. അയ്യോ അമ്മാർ ആദ്യമേ വന്ന് കേറിയ ലോബി കുറച്ച് പാടുള്ള ലോബിയാണല്ലോ. ഇന്നത്തെ ആരാണോ നല്ലത് ടീമുള്ളത്? അങ്ങനെ എല്ലാരും ഉണ്ട്. RSX ഉണ്ട്, മാസ് ഉണ്ട്, കഴക്കൂട്ട് FC ഉണ്ട്. ഇവര് കളിക്കും നല്ലതുപോലെ. RSX കളിക്കും, പിന്നെ മാസ് കളിക്കും, EC കളിക്കും, എൽ ക്ലാസിക് കളിക്കും. നല്ല പ്ലേസ് ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം നല്ല ലോബിയാണിത്. EC അവരുടെ കമ്പാക്ക് ആയിരുന്നല്ലോ എൽ ക്ലാസിക്കോ.